ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പോയിന്റുകളാണ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2024 മാസത്തിൽ ഡിസംബർ മാസത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ സ്ഥിരമായിട്ട് എന്തായാലും ഇനി അങ്ങോട്ടേയുള്ള മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലമാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1932 സെപ്റ്റംബർ 26 1932 സെപ്റ്റംബർ 26 അദ്ദേഹം ജനിച്ചു. ശേഷം ജന്മസ്ഥലം പരിശോധിക്കുകയാണെങ്കിൽ അത് അവിഭക്ത പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹാണ്. പഞ്ചാബിലെ ഗാഹ് എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം. ശേഷം അദ്ദേഹത്തിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന പ്രദേശങ്ങൾ പഞ്ചാബ് സർവകലാശാല, ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാല, കാംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല, ഇവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയായിട്ടുള്ളത്. ശേഷം ഇദ്ദേഹം വഹിച്ചിട്ടുള്ള പദവികൾ പരിശോധിക്കുമ്പോൾ 1972 മുതൽ 76 വരെയുടെ കാലഘട്ടത്തിൽ കേന്ദ്ര ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 72 മുതൽ 76 വരെയുള്ള കാലഘട്ടത്തിൽ. ശേഷം 76 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഡയറക്ടറായി പ്രവർത്തിച്ചു. റിസർവ് ബാങ്ക് ഡയറക്ടറായി ഇദ്ദേഹം പ്രവർത്തിച്ച വർഷം 1976 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തിലാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ആ കാര്യം നിങ്ങൾക്കറിയാം. അപ്പം ആ കാലഘട്ടം ഒന്ന് മനസ്സിലാക്കി വെക്കുക. റിസർവ് ബാങ്ക് ഗവർണർ പദവി അദ്ദേഹം വഹിച്ചിട്ടുള്ളത് 82 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിലാണ്. ശേഷം കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ട് 85 മുതൽ 87 വരെയുള്ള കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനായി വരുന്നത് പ്രധാനമന്ത്രിയാണ്. അതിനു മുമ്പേ, ഇദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പേ 1985-87 കാലഘട്ടത്തിൽ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശേഷം 87 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറലായി ഇദ്ദേഹം പ്രവർത്തിച്ചു. ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചത് 87 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ. ശേഷം 91 കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന രീതിയിലുള്ള പദവിയും ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. 1991 തന്നെയാണ് UGC ചെയർമാനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയാണ്. അതായത് 1990-91 കാലഘട്ടത്തിലുള്ള ആസാമിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗമായിരുന്നു മൻമോഹൻ സിംഗ്. ശേഷം നരസിംഹ റാവുവിൻ്റെ സർക്കാരിൽ കേന്ദ്ര ധനമന്ത്രിയായി 91 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. ധനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. നരസിംഹ റാവുവിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹ റാവു ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 91 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ് കേന്ദ്ര ധനമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ശേഷം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായി 1998 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷമാണ് ആദ്യ UPA സർക്കാരിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നത്. 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ UPA സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് മാറി. തുടർച്ചയായി രണ്ടാം തവണയും 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള പദവിയും ഇദ്ദേഹം വഹിച്ചു. ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാവുന്നത് 2004 ആദ്യ UPA സർക്കാർ. രണ്ടാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അതായത് 2009 മുതൽ 2014 കാലഘട്ടത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും പ്രധാനമന്ത്രിയായി മാറി. രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുന്നത് 2024 2024 കൂടിയാണ് അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ നവീകരിച്ച പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. 1991 കാലഘട്ടത്തിലാണ് ഉദാരവൽക്കരണമൊക്കെ നിലവിൽ വരുന്നത്. ഉദാരവൽക്കരണ നയത്തിൻ്റെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1991 മൻമോഹൻ സിംഗ് ആണ്. അതേപോലെ തന്നെ 1991 തന്നെയാണ്
ലൈസൻസ് രാജ് അവസാനിപ്പിക്കുന്നത്? ലൈസൻസ് രാജ് അവസാനിപ്പിച്ച വർഷം 91 അവസാനിപ്പിച്ച പ്രധാനമന്ത്രിയാണെങ്കിൽ മൻമോഹൻ സിംഗ്. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ പാസ്സാക്കുന്നത്. അത് പാസ്സാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പദ്ധതി കൊണ്ടുവരുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005 കൊണ്ടുവരുന്നതും മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ 2005 തന്നെയാണ് വിവരാവകാശ നിയമം അവതരിപ്പിക്കുന്നത്. അതും മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം അവതരിപ്പിച്ചതും 2009 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള രാജ്യത്തെ നവീകരിച്ച പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണം, അതേപോലെ തന്നെ ലൈസൻസ് രാജ് അവസാനിപ്പിച്ചു, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ കൊണ്ടുവന്നു, വിവരാവകാശ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ അവകാശ നിയമം അവതരിപ്പിച്ചു. അത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടുള്ള നവീകരണ പരിഷ്കാരങ്ങൾ. നെക്സ്റ്റ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1987 രാജ്യം പത്മവിഭൂഷൺ നൽകി ഇദ്ദേഹത്തെ ആദരിക്കുന്നത്. 1993-94 വർഷത്തിൽ മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. 93-94 വർഷത്തിലുള്ള മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡ്. 93 തന്നെ മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് ലഭിക്കുന്നത് ഇദ്ദേഹത്തിനാണ്. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 93 മൻമോഹൻ സിംഗിന് ലഭിക്കുന്നത്. 2005 2010 ടൈം മാഗസിൻ്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഓഫ് ദി വേൾഡ്, ലോകത്തിലെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ പീപ്പിൾ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് വർഷങ്ങൾ 2005 2010. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത്. പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.